ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ വീട്ടിലെ ജോലിക്കാരനാണ്. ഇവിടെ ശരവണനെ തേടി എന്തോ പ്രശ്നം നടക്കുന്നു അറിഞ്ഞിട്ട് ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടു വന്നതാ. താൻ ഇന്നലെ എവിടെയായിരുന്നു? സാറേ, സംശയം പറഞ്ഞ സ്ഥലത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ സാർ, എന്തെങ്കിലും കണ്ടെത്തിയ ഉടൻ തന്നെ അറിയിച്ചേക്കാം. ഓക്കെ സാർ. ഫോഴ്സ് ഉണ്ട് സാർ. എല്ലാ ഫോഴ്സും ഉണ്ട്. ഫോറൻസിക്കിൻ്റെ ആൾ വന്നിട്ടുണ്ട്, കുറെ പത്രക്കാരുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അറിയിക്കാം സാർ. ഇതിനകത്ത് ഉണ്ട്. ആണോടാ? സാർ, ഇതൊരു പട്ടിയുടെ ബോഡിയാണ് സാർ. എടാപ്പോ ശരവണൻ, ഞാൻ പറഞ്ഞില്ലേ സാർ, അതെന്റെ വളർത്തനായേ. സാർ എന്തിനാ എന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇതിവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതാ. ശരവണൻ എന്താ സംഭവിച്ചെന്ന് ഇവൻ അറിയാം. സർ, ഇയാളെ വെറുതെ വിടരുത്. ഇയാളെ കൊണ്ട് സത്യം പറയിക്കണം സർ. സാറേ, ഈ കിട്ടിയ തെളിവിന്റെ പേരില് ശരവണന്റെ കാര്യത്തിൽ ഇയാൾക്ക് ഒരു പങ്കുമില്ലെന്ന് പറയാനാണ് സാറിന്റെ ഉദ്ദേശമെങ്കിൽ ഈ കേസ് നിയമത്തിന്റെ വഴിക്ക് പോകില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള പോലെ കൈകാര്യം ചെയ്യും. നിർത്ത്. കേസിന്റെ കാര്യ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അന്വേഷിക്കാം, കണ്ടുപിടിക്കാം, ശ്രമിക്കാം എന്നൊക്കെയല്ലേ സാറ് പറയാൻ പോണേ? പ്രതിയെ കൺമുനി നിർത്തിയിട്ടാ ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. ഇവൻ തന്നെ ആ ശരവണനെ കൊന്നു കളത്തിയത്.
കൊച്ചു ശരവണൻ. ശരവണ, എടാ നീ സാറേ, ആ നിൽക്കുന്നതാണ് ഞാൻ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറയുന്ന ശരവണൻ. രഘുവേട്ടാ, സർ, ഇതാണ് ശരവണൻ. എന്റെ വീട്ടിലെ ജോലിക്കാരനാണ്. ഇവിടെ ശരവണനെ തേടി എന്തോ പ്രശ്നം നടക്കുന്നു എന്നറിഞ്ഞിട്ട് ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ടു വന്നതാ. താൻ ഇന്നലെ എവിടെയായിരുന്നു? എടോ പറയടോ. സാറേ, ശരവണൻ എന്റെ കൂടെയായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്ന വഴിയിൽ ഞാൻ ശരവണനെ കണ്ടു. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? സാറിന്റെ മുന്നിൽ വെച്ച് ഞാൻ കൊലപാതകയാണെന്നും ഇവനെ ഞാൻ തന്നെയായിരിക്കും കൊന്നതെന്നും ഇവരെല്ലാരും കൂടെ പറഞ്ഞില്ലേ? അതിന് പകരം ഇപ്പൊ സാറിന് എന്താ പറയാനുള്ളത്? പറയണം സാർ. ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ അത് സത്യമാണോ അല്ലയോ എന്ന് ആദ്യം ബോധ്യപ്പെടുത്തണം. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനുള്ളവരല്ല പോലീസുകാര്. മിസ്റ്റർ ജയർ, സോറി, നിങ്ങൾക്ക് പോകാം. താങ്ക് യു സാർ. ഇത്രയും വലിയൊരു പ്രശ്നം നിസ്സാരമായിട്ട് നിങ്ങൾ പരിഹരിച്ചാണ്.